യെസ് മക്കൾസ്, അപ്പം നമുക്ക് താഴെ പ്രപ്പോഷൻ അല്ലെങ്കിൽ അനുപാതം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വെറും 2 ക്വസ്റ്റ്യൻ നോക്കാം. ആ കൂട്ടത്തിൽ കുറച്ചൊരു തിയറിയും നോക്കാം. യെസ് സാർ, എന്താണ് പ്രപ്പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ് സാർ, അംശബന്ധം സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപാതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഷ്യോ സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രപ്പോഷൻ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ പ്രപ്പോഷൻ, എന്തായിരിക്കും അല്ലെങ്കിൽ അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ നോക്കടാ, നിങ്ങൾ പഠിക്കുന്നു അല്ലേ, പഠിക്കുന്നു, എക്സാം എഴുതുന്നു, എക്സാമിൻ്റെ ഈസിനെസ്, എക്സാം എളുപ്പം. ഓക്കെ, നോക്കിയോളിയേ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ ടോപ്പായി കഴിഞ്ഞാൽ എക്സാം എളുപ്പമാവും അല്ലേ, എക്സാമും ടോപ്പാവും അല്ലേ. നിങ്ങൾ പഠിക്കുന്ന അടിപൊളിയായി കഴിഞ്ഞാൽ എക്സാമും അടിപൊളിയാവും. അപ്പം നിങ്ങൾ എത്രയോളം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഈസി ആവും. അപ്പോൾ ഈ പഠിക്കുക എന്നുള്ളതും എക്സാം ഈസി ആവുക എന്നുള്ളതും പ്രപ്പോഷണൽ ആണ് എന്ന് പറയും. ഒരേ രീതിയിൽ പോകുന്ന സാധനമാണ് നമ്മൾ പറയും. പക്ഷേ ഈ പ്രപ്പോഷണൽ 2 തരം ഉണ്ട് ആക്ച്വലി. ഡയറക്റ്റ് പ്രപ്പോഷനും ഉണ്ട്, ഇൻവേഴ്സ് പ്രപ്പോഷനും ഉണ്ട്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് കൂടുമ്പം എക്സാം കൂടുതൽ എളുപ്പമാവുക ചെയ്യുന്നത്. സോ ഇത് രണ്ടും എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഡയറക്റ്റ് പ്രപ്പോഷൻ ആണെന്ന് പറയാൻ പറ്റും. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡയറക്റ്റ് പ്രപ്പോഷൻ അല്ലെങ്കിൽ നേരനുപാതം, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. എന്നാൽ അല്ലാത്തതിൻ്റെ ഒരു ഉദാഹരണം നോക്കുക നമുക്ക്. ശരി, നിങ്ങൾ ഉഴപ്പുന്നു, എക്സാം എളുപ്പം. ഇതൊന്ന് നിങ്ങൾ നോക്കടാ. ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? നിങ്ങൾ ഉഴപ്പൽ കൂടിക്കഴിഞ്ഞാൽ എക്സാം കൂടുതൽ എളുപ്പമാകുകയാണോ ചെയ്യുക? അല്ല, എക്സാം താഴോട്ട് പോകും, വീണ്ടും ടഫ് ആയിക്കൊണ്ടിരിക്കും. ഉഴപ്പൽ കൂടിയാൽ എക്സാം എളുപ്പമല്ല, എക്സാം ഡൗൺ ആണ് ആവുക. അപ്പോൾ ഉഴപ്പൽ കൂടിക്കഴിഞ്ഞാൽ എക്സാം എന്താവും? ഡൗൺ ആണ് ആവുക. അപ്പോൾ ഇവർ തമ്മിൽ എന്താ ബന്ധമുണ്ട് അല്ലേ. ഇവൻ കൂടുമ്പോൾ ഇവൻ കുറയും, ബന്ധമുണ്ട് അല്ലേ, ഉണ്ട്. പക്ഷെ അത് എന്ത് ബന്ധമല്ല? ഡയറക്റ്റ് ബന്ധമല്ല. ഇവൻ കൂടുമ്പോൾ ഇവൻ കൂടും, ആ ബന്ധമല്ല. എന്താ ബന്ധം? ഇവൻ കൂടുമ്പോൾ ഇവൻ കുറയുക ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ബന്ധം? ഇൻവേഴ്സ് പ്രപ്പോഷൻ ആണ്. അത് നമ്മൾ 1/, ഈ സാധനം ഇട്ടിട്ടാണ് എഴുതുക. ഓക്കെ ആണല്ലോ മുത്തുവോ? ഓക്കെ ആണല്ലോടാ? ഒന്നുമില്ല. പ്രപ്പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ യെസ്, 2 സാധനങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമ്മൾ ഇങ്ങനെ കണ്ടു നോക്കുക. ആ അംശബന്ധം സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപാതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രപ്പോഷൻ എന്ന് പറയുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. പ്രപ്പോഷൻ എന്ന് പറയുമ്പോൾ 2 തരം പ്രപ്പോഷൻ ഉണ്ട്. ഡയറക്റ്റ് പ്രപ്പോഷനും ഉണ്ട്, ഇൻവേഴ്സ് പ്രപ്പോഷനും ഉണ്ട്. നമ്മൾ ഒരു സാധനം ചെയ്യുമ്പം, ഒരു സാധനം കൂടുമ്പം മറ്റേതും വൃത്തി കൂടുകയാണെങ്കിൽ അതാണെന്ത്? ഡയറക്റ്റ് പ്രപ്പോഷൻ. ഓക്കെ, അതിനെ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഒരു സാധനം കൂടുമ്പം മറ്റേ സാധനം കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻവേഴ്സ് പ്രപ്പോഷൻ എന്ന് പറയും. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇനിയോ ഡയറക്റ്റ് പ്രപ്പോഷൻ എങ്ങനെയാണ് കിട്ടുക? ഡയറക്റ്റും ഇൻവേഴ്സും ഉണ്ട് അല്ലേ. നല്ലോണം നോക്കിയോളി. ഒരു കോഡ് ഞാനിപ്പോൾ പറഞ്ഞുതരും, അത് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പം മനസ്സിലാവും. ഡയറക്റ്റ് പ്രപ്പോഷനും ഉണ്ട്, ഇൻവേഴ്സ് പ്രപ്പോഷനും ഉണ്ട് അല്ലേ. ഡയറക്റ്റ് പ്രപ്പോഷനും ഉണ്ട്, ഇൻവേഴ്സ് പ്രപ്പോഷനും ഉണ്ട്. അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കോഡിലേക്ക് വരാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താണ്? സ്ക്വയറിൻ്റെ സൈഡും ഉണ്ട്, പെരിമീറ്ററും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് എ. ഒരു സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നോക്കിയടാ, മലയാളികൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. ക്വസ്റ്റ്യൻ സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സൈഡ് 2 ആകുമ്പോൾ പെരിമീറ്റർ 8. അതെങ്ങനെയാ സാറേ? സൈഡ് 2 ആകുമ്പോൾ എല്ലാ സൈഡും 2 ആയിരിക്കൂലേ, ഇത് സ്ക്വയർ അല്ലേ. അപ്പോൾ പെരിമീറ്റർ ചുറ്റളവ് എത്ര ആയിരിക്കും സാറേ? 8 ആയിരിക്കൂലേ, നോ ഡൗട്ട്. ഓക്കെ, അങ്ങനെയുള്ള സൈഡ് 3 ആകുമ്പോൾ പെരിമീറ്റർ 12. അങ്ങനെയാണ് നമുക്ക് തന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അറിയണം സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ എത്ര സാറേ? സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ എത്ര? സൈഡ് എ ആണ്, എല്ലാ സൈഡും എ. അങ്ങനെയെങ്കിൽ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ എത്രടാ? പെരിമീറ്റർ സാറേ സിമ്പിൾ അല്ലേ സാറേ? എത്രയാണ്? 4a ആണ് സാറേ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി ഇൻ ദ റിലേഷൻ ബിറ്റ്വീൻ സൈഡ് ആൻഡ് പെരിമീറ്റർ? അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ക്ലാസ് ഇപ്പോൾ പറഞ്ഞതിൽ എന്താണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. അതിലൂടെ എന്താ കോൺസ്റ്റന്റ് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി ഇൻ ദ റിലേഷൻ ബിറ്റ്വീൻ സൈഡ് ആൻഡ് പെരിമീറ്റർ? സൈഡും പെരിമീറ്ററും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എന്താണ് പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നോക്കടാ, ഇപ്പോൾ സൈഡ് 2 ആയപ്പോൾ പെരിമീറ്റർ 8,
സൈഡ് 3 ആയപ്പോൾ പെരിമീറ്റർ 12. അതായത് സൈഡ് ഇങ്ങനെ കൂടുമ്പോൾ പെരിമീറ്ററും കൂടുക അല്ലേ ചെയ്യുന്നത്? സൈഡ് ഇങ്ങനെ കൂടുമ്പോൾ പെരിമീറ്ററും കൂടുക ചെയ്യുന്നത്. സോ ഇവർ തമ്മിൽ എന്ത് പ്രപ്പോർഷനാണ്, എന്ത് അനുപാതമുള്ളത്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? സോറി, ഡയറക്റ്റ് ആണോ ഇൻവേഴ്സ് ആണോ? ഡയറക്റ്റ് അല്ലേ? സൈഡ് ഇങ്ങനെ കൂടി വരുന്നു, പെരിമീറ്ററും കൂടി വരുന്നു. സോ ഇവർ തമ്മിൽ ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് കാണണം അല്ലേ? അതെങ്ങനെയാണ് സാറേ കാണുക? എങ്ങനെ കാണാം സാറേ? സിമ്പിൾ അല്ലേ? ഇതാണ് പെരിമീറ്റർ പി അല്ലേ? ഇതൊരു സൈഡ്. അപ്പം നമുക്ക് പ്രപ്പോർഷണൽ ആണോ എന്ന് നോക്കാൻ തന്നെ പെരിമീറ്റർ ബൈ സൈഡാണ് ചെയ്യേണ്ടത് സാറേ. സോ നമുക്ക് ചെയ്തു നോക്കാലോ സാർ. ഇവിടെ 8 ഹരിക്കണം 2 സാറേ 4 ആണ്. 12 ഹരിക്കണം 3 സാറേ 4 ആണ്. അതുപോലെ എല്ലായിടത്തിലും എന്താണ് സാറേ? 4 ആണെന്ന് നമുക്ക് മനസ്സിലായി സാറേ. സോ പ്രപ്പോർഷനാലിറ്റി, അതായത് ഇവിടെ എല്ലായിടത്തിലും റേഷ്യോ എന്താണ്? ഓക്കെ, ഒരു കാര്യം ഞാൻ ഒന്നും കൂടി പറയുന്നത്, അതായത് ഡയറക്റ്റ് പ്രപ്പോർഷനിലാണോ ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം എന്താണ്, ഇവിടെ ഇങ്ങനെ കൂടുമ്പോൾ ഇവിടെ ഇങ്ങനെ കൂടിയാണോ വരുന്നത് എങ്കിൽ ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ്. ഓക്കെ, പിന്നെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡയറക്റ്റ് ആണ് പ്രപ്പോർഷൻ എന്ന് മനസ്സിലായി. ഇനി പ്രപ്പോർഷൻ തന്നെ ആണോ എന്ന് മനസ്സിലാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കുക. 8 ഹരിക്കണം 2 4, 12 ഹരിക്കണം 3 4, എല്ലാത്തിനും ഒരേ ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ ഉറപ്പിക്കണം, യെസ്, ഡിവൈഡ് ചെയ്യുമ്പോൾ ഒക്കെ ഒരേ ആൻസറാണ് കിട്ടുന്നത്. റേഷ്യോ, അതായത് P/S എന്നുള്ള റേഷ്യോ അംശബന്ധം എല്ലായിടത്തിലും സെയിമാണ്. അതുകൊണ്ട് ഇത് പ്രപ്പോർഷനിലാണ് എന്ന് നമ്മൾ പറയണം. യെസ് സാറേ, ഇത് പ്രപ്പോർഷനിലാണ്. അപ്പോൾ എന്താ സാറേ പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാറേ? സാറേ അത് 4 ആണ് സാറേ. ഇവിടെ കിട്ടിയ 4 ആണ് സാറേ. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. സോ ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? പെരിമീറ്ററും സൈഡും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കൺഫേം ചെയ്തത്. നോക്കടാ, ഡയറക്റ്റ് പ്രപ്പോർഷനൽ ആണെങ്കിൽ ഇവിടെ നോക്ക്, ഡയറക്റ്റ് ആണെങ്കിൽ ഡിവൈഡ് ആണ്. ഡയറക്റ്റ് ആണെങ്കിൽ എന്താണ്? ഡിവൈഡ് ആണ്. ഓക്കെ, ഡയറക്റ്റ് പ്രപ്പോർഷനൽ ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണമെങ്കിൽ ഇത് കൂടുമ്പോൾ ഇതും കൂടുന്നുണ്ടോ? യെസ്, കൂടുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമായിരിക്കും. ഇനി പ്രപ്പോർഷനൽ തന്നെ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? യെസ്, അത് നോക്കാൻ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. സോ അവരെ ഡിവൈഡ് ചെയ്ത് നോക്കി, എല്ലായിടത്തിലും സെയിം ആ കിട്ടി. സോ പ്രപ്പോർഷണൽ ആണ്, ഡയറക്റ്റ് പ്രപ്പോർഷണൽ ആണ്. പിന്നെന്താണ്? പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് 4 ആണ്. ഒരു പ്രശ്നവുമില്ല. ശരി, അങ്ങനെയെങ്കിൽ ഇൻവേഴ്സ് എവിടെയാണ്? ഇനി വേറെന്താ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ബിന്റെ ആൻസർ എന്താണ്? ബിന്റെ ആൻസർ ചെയ്യുമ്പോൾ എന്താണ്? ഈ പട്ടിക അങ്ങോട്ട് എടുത്ത് വരച്ചു വെക്കണേ. ആൻസർ എന്താണ്? യെസ് സാർ 4 ആണ്. പട്ടിക എടുത്ത് വരച്ചു വെക്കണേ. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കാൻ പോകുന്നത്? എന്താണ് ഇൻവേഴ്സ് പ്രപ്പോർഷൻ എന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ 100 ആണ്. അങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ഒരു സൈഡിന്റെ ലെങ്ത് 20 ആണ്. അങ്ങനെയെങ്കിൽ ബ്രെഡ്ത്ത് എത്ര? ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 100 ആണ്. അതിന്റെ ഒരു സൈഡ് എത്ര? 20. എടാ സിമ്പിള് നോക്ക്, ഒരു റെക്റ്റാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടിയ ഗുണിച്ചാൽ എത്ര കിട്ടുക? 100 ആണ് കിട്ടുക നമ്മളോട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ലെങ്ത് 20 ആണ്. അങ്ങനെയെങ്കിൽ ബ്രെഡ്ത്ത് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. എത്ര ആയിക്കോടാ? എത്ര ആയി നിങ്ങൾ പറ? എത്ര ആയി നിങ്ങൾ പറ? ഏരിയ 100 ആണെങ്കിൽ ലെങ്ത് എത്ര? 20 അല്ലേ? ലെങ്ത് 20. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ബ്രെഡ്ത്ത് എത്രയായിരിക്കും? നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ 20 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? ഏരിയ എത്രയാണ് കിട്ടിയത്? 100 ആണ്. ലെങ്ത് 20 ആണ്. ബ്രെഡ്ത്ത് എത്രയായിരിക്കും സാർ? സിമ്പിൾ അല്ലേ സാറേ? 5 ആയിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മളോട് ചോദിച്ച എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ബ്രെഡ്ത്ത് എത്രയായിരിക്കും സാർ? ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഈ 5 ആയിരിക്കും. ഓക്കെ, ആൻസർ ആയിട്ടോ. 5 ആൻസറായി. യെസ്, 5 ആണ് ആൻസറായി. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത പരിപാടി നോക്കുക. യെസ്, എന്താണ്? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾസ് ഹാവിംഗ് ഏരിയ 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആസ് ആൻ ഇക്വേഷൻ. ഒന്നുമില്ല, ബി ക്വസ്റ്റ്യൻ നമ്മളോട് പറയാണ് ഏരിയ 100 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ, സോറി ഒരു റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ എന്തായിരിക്കും ബന്ധം? എന്തായിരിക്കും ബന്ധം? നിങ്ങൾ പറ, എന്തായിരിക്കും ബന്ധം? ഏരിയ 100 ആണ്, നീളവും വീതിയും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ലടാ, നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ 100 കിട്ടും. അതാണ് ബന്ധം. എന്താണ് നമ്മൾ ഈ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറയാം? ഒന്നുമില്ല സാറേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 100. വേറെ ഒന്നുമില്ല.
നീളവും വീതിയും തമ്മിൽ എന്താ ബന്ധം? നീളവും വീതിയോട് ഗുണിച്ചാൽ 100 കിട്ടും. സോ സി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദിസ് റിലേഷൻ ഇൻ ടേംസ് ഓഫ് പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. എന്നിട്ട് ഈ റിലേഷൻ എന്ത് ചെയ്യണം? പ്രപ്പോർഷൻ്റെ ടേംസിൽ, അല്ലെങ്കിൽ എന്താണ് മലയാളം എന്താ, ഈ ബന്ധത്തെ അനുപാതത്തിൻ്റെ ഭാഷയിൽ വിശദീകരിക്കണം. സോ ആനുപാതികമായി നമ്മൾ പറയുമ്പം ഓക്കെ, സി ക്വസ്റ്റ്യൻ അനുപാതത്തിൻ്റെ ഭാഷയിൽ വിശദീകരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളി. ബ്രെഡ്ത്ത് 20, ലെങ്ത്ത് 5. അപ്പോൾ ഏരിയ ഓക്കെ നോക്കി, ബ്രെഡ്ത്ത് ലെങ്ത്ത് ഏരിയ. ഓക്കെ, ഏരിയ. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായി ഇവിടെ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? ബ്രെഡ്ത്ത് എത്രയായിരുന്നുടാ? ബ്രെഡ്ത്ത് യെസ് 20 ആയിരുന്നു. ബ്രെഡ്ത്ത് 20 ആയിരുന്നു. ബ്രെഡ്ത്ത് 20 ആയിരുന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ ഏരിയ കോൺസ്റ്റന്റ് എത്രയാണ്? 100 തന്നെ അല്ലേ? ബ്രെഡ്ത്ത് 20, ഏരിയ 100. അപ്പോൾ ലെങ്ത് എന്താ സാറേ? സിമ്പിൾ, ലെങ്ത് എത്ര? 5 ആണ്. ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെടാ, ബ്രെഡ്ത്ത് ഒരു 25 ആണെങ്കിൽ ഏരിയ 100 തന്നെ, ലെങ്ത് എത്ര ആയിരിക്കുംടാ? ലെങ്ത് എത്ര ആയിരിക്കും സാർ? സിമ്പിൾ 4 ആയിരിക്കും അല്ലേ സാറേ? ഇനി ബ്രെഡ്ത്ത് 50 ആണെങ്കിലോ സാറേ 2 ആയിരിക്കും അല്ലേ? അപ്പോഴാണ് 100 കിട്ടുക. ആണ് സാർ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ബ്രെഡ്ത്ത്, സോറി ലെങ്ത് അല്ലായിരുന്നോ? ലെങ്ത് എവിടെ? ലെങ്ത് ആണ്. ഓക്കെ, ഇത് ബ്രെഡ്ത്ത് അല്ലേ? ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, ഇത് നമുക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ലെങ്ത്ത്, ഇതാണ് ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്ത് 20, ബ്രെഡ്ത്ത് 5, അപ്പോൾ ഏരിയ 100. ഓക്കെ, ഈ കേസിലൊക്കെ ഏരിയ സെയിം. അപ്പോൾ നമ്മൾ മനസ്സിലാണ്ട് ഈ ലെങ്ത്ത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ബ്രെഡ്ത്ത് എന്താ ചെയ്യുന്നത്? കുറഞ്ഞാണ് വരുന്നത്. ലെങ്ത്ത് കൂടി വരുന്നതിനനുസരിച്ച് ബ്രെഡ്ത്ത് കുറഞ്ഞാണ് സാറേ വരുന്നത്. അപ്പോൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഡയറക്റ്റ് പ്രപ്പോർഷൻ ആയിരിക്കുമോ? ആണോ? അല്ല. ഒരു സാധനം കൂടുമ്പോൾ മറ്റേതും കൂടുകയാണെങ്കിലല്ലേ ഡയറക്റ്റ് പ്രപ്പോർഷൻ. ഒരു സാധനം കുറയുമ്പോൾ മറ്റേത്, സോറി, ഒരു സാധനം കൂടുമ്പം മറ്റേത് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻവേഴ്സ് പ്രപ്പോർഷൻ അല്ലേ നടക്കുക? ആണ് സാർ. സാർ പറഞ്ഞു നേരത്തെ, ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ എന്താണ്? ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോൺസ്റ്റന്റ് കാണുക അല്ലേ? ഇത് തമ്മിൽ ഇത് കൂടുമ്പോൾ ഇതും കൂടുന്നു. സോ ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ്. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണെങ്കിൽ എന്താ സാറേ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്താണ് നോക്കേണ്ടത്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കണം ചെയ്താണ് സാറേ നോക്കേണ്ടത്. ഓക്കെ സാർ, അതെങ്ങനെ സാർ? അതെങ്ങനെ? എടാ ഒന്നുമില്ല, സിമ്പിളേ. 20 × 5 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 100 കിട്ടുന്നത്. 25 × 4 ചെയ്താലാണ് നമുക്ക് 100 കിട്ടുന്നത്. 50 × 2 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏരിയ കിട്ടുന്നത്. അല്ലെങ്കിൽ ഏരിയ, അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ എന്താണ്? ഏരിയ എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കട്ടെ. ആദ്യം നമ്മൾ ലെങ്ത്ത് കണ്ടു, ബ്രെഡ്ത്ത് കണ്ടു. സാധാരണ കേസിൽ ഇപ്പോൾ ഇൻവേഴ്സ് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ലെങ്ത്ത് ബൈ ബ്രെഡ്ത്ത് ആയിരുന്നു കാണുക അല്ലേ? നോക്കടാ, ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്താണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് പ്രപ്പോർഷനാ? ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. അതായത് ലെങ്ത്ത് ഇങ്ങനെ കൂടി വരുമ്പോൾ ബ്രെഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത് അല്ലേ? ആണ് സാർ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്ത് നോക്കേണ്ടത്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഒരു നോർമൽ ഒരു സംഖ്യ കിട്ടുമോ എന്ന് നമ്മൾ നോക്കണം. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഒരു സംഖ്യ കിട്ടുമോ നോക്കണം. നേരത്തെ എന്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? ഒരു സാധനം ഡിവൈഡഡ് ബൈ മറ്റേത് അല്ലേ? ഇത് ചെയ്യുമ്പം, ഇത് ഹരിക്കണം, ഇത് ചെയ്യുമ്പം ഒരു കോൺസ്റ്റന്റ് കിട്ടുമോ നോക്കണം. അതാണ് എന്ത്? ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ്. ഡിവൈഡ് ചെയ്താണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്താണ്? ഒരു സാധനം കൂടുമ്പം മറ്റേത് കുറഞ്ഞാണ് വരുന്നത്. ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. ഇവന്മാർ തമ്മിൽ ഇൻറ്റു ചെയ്താണ് നോക്കേണ്ടത്. അപ്പോൾ ഇവനെ ഇൻറ്റു ചെയ്താൽ 100, ഇവന്മാരെ ഇൻറ്റു ചെയ്താൽ 100, ഇവന്മാരെ ഇൻറ്റു ചെയ്താൽ 100. അപ്പോൾ ഇവന്മാരെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ, മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എത്ര വരുന്നത്? ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ആണല്ലോ? ആണ് സാർ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ, സെയിം ഏരിയ ഉള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ എന്താണ് റിലേഷൻ സാറേ? അവർ ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണ്. എന്താണ്? ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ് സാറേ. അതെങ്ങനെ എഴുതുക? ലെങ്ത്തും ബ്രെഡ്ത്തും പ്രപ്പോർഷനിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതായിരുന്നു സാർ. ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണെങ്കിൽ സാറേ ഞങ്ങൾ എങ്ങനെ എഴുതുക? ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എഴുതുക. പക്ഷേ ലെങ്ത്ത് പ്രപ്പോർഷൻ ടു ബ്രെഡ്ത്ത് നല്ല എഴുതുക. ഇവിടെ ഒരു 1/b എന്ന് എഴുതിയാൽ മതി. നമ്മുടെ ആൻസറായി. സെറ്റാണല്ലോ മുത്തേ? സെറ്റാണല്ലോ? 2 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മളിവിടെ ചെയ്തുള്ളൂ. സെറ്റാണല്ലോ?
സെറ്റാണല്ലോ. ഈ സാധനം എഴുതുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ നേരത്തെ ഒക്കെ നിങ്ങളുടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കൊണ്ടുപോകുന്നത്. ഡോണ്ട് വെറി. സോ നമുക്ക് 2 തരം പ്രൊപ്പോർഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? യെസ് സാർ, അംശബന്ധം സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപാതം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ട്, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ട്. സാർ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൂടുമ്പോൾ മറ്റേതും കൂടുകയാണെങ്കിൽ അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈഡിൻ്റെ ലെങ്ത് കൂടുമ്പോൾ പെരിമീറ്ററും കൂടിക്കൊണ്ടിരുന്നു. സോ ഇവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇനി ഡയറക്റ്റ് ആണോ എന്ന് കറക്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. സാർ ഡിവൈഡ് ചെയ്തു, കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത്. സോ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഇനി പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആ നമ്പറാണ് 4. ഇനി അടുത്തത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാറേ? ഒന്നുമില്ല സാർ, ഒരു സാധനം കൂടി വരുമ്പോൾ മറ്റേ സാധനം കുറഞ്ഞു വരികയാണെങ്കിൽ അവിടെയുള്ള പ്രൊപ്പോർഷൻ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇൻവേഴ്സ് ആയിരിക്കും. ഇനി അത് പ്രൊപ്പോർഷൻ ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ് സാർ, ഇൻവേഴ്സ് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ ഒരു കോൺസ്റ്റൻറ്റ്. ഇവിടെ ഹരിച്ച് ഡിവൈഡ്, ഡയറക്റ്റ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത ഒരു കോൺസ്റ്റൻറ്റ്, ഇൻവേഴ്സ് ആണ് ഇൻറ്റു ചെയ്ത ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, യെസ് സാർ ഇതും ഗുണിച്ചാൽ കോൺസ്റ്റൻറ്റ്, ഇതും ഗുണിച്ചാൽ 100, ഇതും ഗുണിച്ചാൽ 100. അതായത് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് യെസ് ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്, വിപരീത അനുപാതമാണ്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് എഴുതുക? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു എ എന്ന് പറഞ്ഞ സൈഡും, ഓക്കെ ഈ ഒരു കേസ് നോക്കുക. എവിടെ? ഓക്കെ, ഇവിടെ പെരിമീറ്ററും സൈഡും ഉണ്ടായിരുന്നു. പെരിമീറ്ററും സൈഡും ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. നമ്മൾ എങ്ങനെ എഴുതുക? പി ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലെങ്ത്ത് കൂടുമ്പോൾ ബ്രെഡ്ത്ത് കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് ഈ സാധനം ഇടുക, ബ്രെഡ്ത്ത് നല്ല എഴുതേണ്ടി 1/, ബ്രെഡ്ത്ത് എന്നാണ് എഴുതേണ്ടി. സോ ഈ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു മലയാളം ക്വസ്റ്റ്യനും ഇവിടെ ഉണ്ട്. സോ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും പഠിച്ചു വെക്കുക. എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, എന്താണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ഒരു സാധനം കൂടുമ്പോൾ മറ്റും കൂടുകയാണെങ്കിൽ ഡയറക്റ്റ്, ഒരു സാധനം കുറയുമ്പോൾ മറ്റും കുറയുകയാണെങ്കിൽ ഇൻവേഴ്സ്. ഇനി ഡയറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പം കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ആ കിട്ടുന്ന ആ കോൺസ്റ്റൻ്റ് ആണ് പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്താണ്? ഇൻറ്റു ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കോൺസ്റ്റൻ്റ് കിട്ടുക. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ബി എന്ന് പറയും. ഇൻവേഴ്സ് ആണെങ്കിൽ എ ഇങ്ങനെ ഇട്ടിട്ട് 1/b എന്ന് നമ്മൾ പറയും. ഓക്കെ ആണല്ലോ മുത്തേ? യെസ്, ഓക്കെ ആണ്. സോ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് നോക്കുന്നത്. ബാക്കി ലൈവിൽ നോക്കാം. സോ സി യു. അപ്പോൾ ഏതാ ചാപ്റ്റർ മറന്നില്ലല്ലോ? പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ യെസ്, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ യെസ്. എടാ എന്താടാ ചാപ്റ്ററിൻ്റെ പേര്? ചാപ്റ്ററിൻ്റെ പേര് പോലും അറിയില്ല, കളിക്കരുത്. യെസ്, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്താണ് അനുപാതം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയും മറച്ചു വെക്കുക. മറച്ചു വെക്കുകയല്ല, പഠിച്ചു വെക്കുക. ഓക്കേടാ, ബൈ.